ഹലോ ഗൈസ്, ഇന്ന് നമ്മൾ പൂച്ചക്കുട്ടീൻ്റെ ജേണലാട്ടോ ചെയ്യാൻ പോണ്. അപ്പോൾ ഇതെങ്ങനെ ചെയ്യാൻ നോക്കാം. ഇവിടെ വരുന്നൊരു പൂച്ചക്ക് ഒരു ദിവസം ചെവീൻ്റെ സൈഡിലൊരു മുറി ഉണ്ടായിനി. മുറിപ്പൊടിയൊക്കെ ഇട്ട് കൊടുത്തതിന്. അതുകൊണ്ട് തന്നെ ഇന്ന് അതിൻ്റെ ജേണൽ ചെയ്യാമെന്ന് വെച്ച്. എനിക്ക് പൂച്ചനെ പണ്ടൊട്ടേ നല്ല ഇഷ്ടമാണ്. പൂച്ചനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഫെലിസ്കാറ്റസ് എന്നാണ് ഇതിൻ്റെ ശാസ്ത്രീയ നാമം. പൂച്ചകൾക്ക് നമ്മളെപ്പോലെ മധുരം രുചിക്കാനുള്ള കഴിവൊന്നുമില്ല. പൂച്ചക്ക് വെയിൽ കൊള്ളണത് നല്ല ഇഷ്ടമാണ്. ഇറ്റിങ്ങൾ ശരാശരി 13-14 മണിക്കൂറൊക്കെ ഉറങ്ങും. മടിച്ചിട്ടൊന്നുമല്ല കേട്ടോ അങ്ങനെ ഉറങ്ങണത്. പൂച്ചക്ക് ഊർജ്ജം സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഉറങ്ങുന്നത്. വളരെ കുറച്ച് സമയത്തേക്ക് ഉറങ്ങാനുള്ള പൂച്ചകളെ കഴിവിന് പൂച്ചയുറക്കം എന്നാണ് പറയൽ. ചില മനുഷ്യന്മാർ ഉറങ്ങുമ്പോൾ അതുകൊണ്ട് പൂച്ചയുറക്കം എന്ന് പറയല്ലേ നമ്മളൊക്കെ. ജേണൽ ഞാൻ ഫസ്റ്റ് ടൈമാണ് ചെയ്യണത്. അതിന് വേണ്ടി വാങ്ങിയ ബുക്കാണിത്. ഞാൻ വെള്ള പേജുള്ള ബുക്കിന് വിചാരിച്ചത്, പക്ഷേ ഇത് ബ്രൗണാണ്. മുറി പറ്റിയ പൂച്ചൻ്റെ ആയതുകൊണ്ട് തന്നെ മുറി കെട്ടിയ പൂച്ചൻ്റെ ചിത്രമാണ് വരച്ചത്. സ്ഥിരമായിട്ട് കഴിക്കുന്ന ഭക്ഷണത്തിനോട് മടുപ്പ് കാരണം അത് കഴിക്കാൻ തോന്നുന്നത് വരെ പൂച്ച പട്ടിണി കിടക്കും. പണ്ടൊരു പൂച്ച മീനിൻ്റെ കവർ തിന്നണ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചിനി അത് തിന്നാൽ പൂച്ച ചത്തുപോകുന്നത്. പക്ഷേ ഉണ്ടല്ലോ, പ്ലാസ്റ്റിക് തുണി പോലത്തെ സാധനങ്ങൾ പൂച്ച തിന്നുകയാണെങ്കിൽ വലിയൊരളവിൽ അത് ദഹിക്കാതെ പുറത്തേക്ക് തന്നെ പോകും. അതുകൊണ്ട് ആരോഗ്യ പ്രശ്നമൊന്നും പൂച്ചക്ക് ഉണ്ടാവില്ല. ഇവിടുത്തെ പൂച്ചൻ്റെ തലയിൽ മുറി എങ്ങനെയാ പറ്റിയെന്ന് അറിയില്ല. അതിർത്തിൻ്റെ പേരിലോ ഇണൻ്റെ പേരിലോ മറ്റൊന്നിനെ തോൽപ്പിക്കാനോ എതിർത്ത് നിൽക്കാനോ ഒക്കെ ആയിട്ട് പൂച്ചകൾ തമ്മിൽ അടി ഉണ്ടാക്കും. കൈകൊണ്ട് നല്ല കനത്തിൽ ശത്രുവിൻ്റെ മുഖത്തും മേലൊക്കെ തച്ചും കടിച്ചും ഒക്കെയാണ് പൂച്ചകൾ അടി ഉണ്ടാക്കുക. മുഖത്തും ചെവികളിലൊക്കെ ആയിട്ട് ചെറിയ മുറിയൊക്കെ പൂച്ചക്ക് ഉണ്ടാവുള്ളൂ. പക്ഷേ ഐറ്റിങ്ങൾ ആ മുറിയിൽ അണുബാധ ഉണ്ടായിട്ട് അപകടം സംഭവിക്കാനും സാധ്യതയുണ്ട്. എങ്ങനെയാലും നമ്മളെ പൂച്ചൻ്റെ മുറി പെട്ടെന്ന് തന്നെ ഉണങ്ങിപ്പോട്ടെ. അത് കൊളായി. കുറേ മുന്നേ എടുത്ത ഗ്ലൂ ആയതുകൊണ്ട് നല്ല ടൈറ്റ് ആയപ്പോൾ ഞാൻ അമ്പിച്ച് ഞെക്കിയപ്പോൾ അടുപ്പ് തെറിച്ചും പോയി. കൊളായ സ്ഥലത്ത് ദിറ്റ കുറച്ചിട്ട് നമുക്ക് അഡ്ജസ്റ്റ് ആക്കാം. കവായിന്ന് 2 സ്റ്റിക്കറും പിന്നെ കുറച്ച് പെയിൻറ്റും ചെയ്ത് ഇന്നത്തെ ജേണലായിട്ട് ഫിനിഷാക്കി. ഇതെന്ത് പെയിൻ്റാ? എനിക്കിഷ്ടമായ പൂച്ചക്കുട്ടി. മുറിയോ പറ്റിയ പൂച്ചനെ എവിടെ എവിടെയും കാണില്ല. എവിടെ പോയിന്ന് അറിയില്ല. ഇന്നൊരു പൂമ്പാറ്റച്ചിറകാണ് നമ്മളെ പൂച്ച കാണിച്ചു തന്നെ. ഇത് നമുക്ക് എടുത്തേക്കാം. പിന്നെ നീലക്കണ്ണുള്ള എല്ലാ വെളുത്ത പൂച്ചക്കും ചെവി കേൾക്കൂല എന്നൊരു അന്ധവിശ്വാസമുണ്ട്. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഇന്നത്തെ ജേണൽ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ അതും കൂടി പറയണേ. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. അതുവരേക്കും ബൈ.